റൈഫിളുകൾ ഇനി മുമ്പത്തേക്കാളും അപകടകരവും കൃത്യതയുള്ളതുമായിരിക്കും. ആർബൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയുധ സംവിധാനം വാങ്ങുന്നതിനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഇസ്രായേലി വെപ്പൺ ഇൻഡസ്ട്രീസ് അനുസരിച്ച് സങ്കീർണമായ ഒരു അൽഗോരിതം അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ആയുധ സംവിധാനമാണ് ആർബൽ. ഇന്ത്യ ഒരു ഇസ്രായേലി ചെറുകിട ആയുധ നിർമ്മാതാവുമായി ചർച്ചകൾ നടത്തിവരികയാണ്. ഇന്ത്യയുടെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. ഈ സംവിധാനം ഘടിപ്പിച്ച ആയുധങ്ങൾ വളരെ കൃത്യതയോടെയും വേഗതയോടെയും ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ചെറിയ ആയുധ ഫയർ കൺട്രോൾ സിസ്റ്റം എന്നാണ് IWIU ആർബലിനെ വിശേഷിപ്പിക്കുന്നത്. ദുഷ്കരമായ യുദ്ധക്കളങ്ങളിലെ സൈനികർക്ക് കൃത്യത, മാരകത, തീരുമാനമെടുക്കൽ എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ ആർബൽ സംവിധാനം സംയോജിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് IWI ഷുക്കി ഷ്വാർട്സ് ഒരു അഭിമുഖത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. ഏതൊരു ചെറിയ ആയുധ പ്ലാറ്റ്ഫോമിലും ആർബൽ സംയോജിപ്പിക്കാൻ കഴിയും. ഇത് പ്രവർത്തിപ്പിക്കാൻ ഒപ്റ്റിക്കൽ ഘടകങ്ങൾ ആവശ്യമില്ല. കൃത്യതയുള്ള ലോകത്തിലെ ഒരേയൊരു ലൈറ്റ് മെഷീൻ ഗൺ ആണ് ആർബൽ NEGV. പ്രധാനമായും ആയുധം തൊടുത്തുവിടുന്ന നിമിഷവും ട്രിഗറിന്റെ സ്ഥാനവും ആർബൽ നിരീക്ഷിക്കുന്നു. ഉപയോക്താവിന്റെ തന്ത്രപരമായ സാഹചര്യവും ലക്ഷ്യമിടൽ രീതിയും ഇത് തിരിച്ചറിയുന്നു. സങ്കീർണമായ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം അൽഗോരിതങ്ങൾ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ ഒപ്റ്റിക്കൽ ഫയർ റെസല്യൂഷൻ നിർണ്ണയിക്കുന്നു. ആദ്യ ഷോട്ടിന് ശേഷം ട്രിഗർ പിന്നിലേക്ക് വലിക്കുമ്പോൾ ഷൂട്ടറുടെ പെരുമാറ്റം ആർബൽ വിശകലനം ചെയ്യുകയും ഒരു ഹിറ്റ് ഏറ്റവും സാധ്യതയുള്ളപ്പോൾ വെടിയുതിർക്കുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും സിസ്റ്റത്തിന്റെ പൂർണ്ണവും നിയന്ത്രണവും ഉപയോക്താവിന് തന്നെയാണ്. ഒന്നിലധികം ആയുധ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആർബൽ ഉയർന്ന തോതിലുള്ള ആക്രമണ സാധ്യത ഉറപ്പാക്കാൻ നൂതന സെൻസറുകൾ, തത്സമയ ബാലിസ്റ്റിക് കമ്പ്യൂട്ടേഷൻ, ലക്ഷ്യ ഏറ്റെടുക്കൽ കഴിവുകൾ എന്നിവ ഉപയോഗിക്കുന്നു. ചെറിയ ആയുധങ്ങളിൽ ഈ സംവിധാനം ഘടിപ്പിക്കുമ്പോൾ കനത്ത ശ്വസനം, ക്ഷീണം, സമ്മർദ്ദം, മടി എന്നിവ മൂലമുണ്ടാകുന്ന വെടിവെപ്പ് പിശകുകൾ കുറയ്ക്കുകയും നിയന്ത്രിത വെടിവെപ്പ് നൽകുകയും ചെയ്യുന്നു. അതേസമയം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യ പ്രതിരോധ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ ബജറ്റ് പാകിസ്ഥാനേക്കാൾ 10 മടങ്ങ് കൂടുതലാണ്. 2024-25 ഡിഫൻസ് ബജറ്റ് ലോകത്തിലെ 5ാമത്തെ വലിയ പ്രതിരോധ ബജറ്റാണ്. തലേ വർഷത്തേക്കാൾ 1.6% വർധനയാണിത്. കഴിഞ്ഞ ബജറ്റിൽ 8610 കോടിയാണ് ഇന്ത്യ പ്രതിരോധ ആവശ്യങ്ങൾക്കായി നീക്കിവെച്ചത്. 10 വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് പടിപടിയായി ഉയർന്നിട്ടുണ്ട്. 2013 4100 കോടിയായിരുന്നത് 2024 ആയപ്പോഴേക്കും 8000 കോടിയായി. ആധുനികമായി ഇന്ത്യൻ സേനയെ കെട്ടിപ്പടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ വർധന. ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളിലും ആധുനികവൽക്കരണവും നൂതന സാധന സാമഗ്രികളുടെ സംഭരണവും വൻതോതിൽ നടക്കുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.